ഹലോ, വെൽക്കം ബാക്ക്. ഞാൻ 2 ദിവസമായിട്ട് ചെയ്യുന്ന വിഷയത്തെ പറ്റിയിട്ട് കുറച്ച് ആളുകളൊക്കെ എന്നോട് പറയുന്നുണ്ട്. ഇതിന് മിനിക്ക് ഭയങ്കരമായ ഭീഷണി വരും, മിനിയെ ഇല്ലാത്ത ഈ ലോകത്തുള്ള ചീത്ത വാക്കുകളൊക്കെ പറഞ്ഞിട്ട് അസഭ്യം പറയും, മിനിയെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കും. ഇതാണ് ഇവരുടെ സ്ഥിരം ഒരു ശീലം, ഇവരുടെ രീതി ഇതാണ്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഇത് ഈ ചീത്ത പറഞ്ഞും കേട്ടും ഒന്നും അങ്ങനെ അധികം പരിചയമില്ലാത്ത ആളുകൾ ഇത് കേൾക്കുമ്പോൾ ഇട്ടിട്ട് പോകും. നമ്മൾ എന്തിനാ ഈ ഏടാകൂടം പിടിക്കുന്നത് എന്ന് കരുതിയിട്ട് ഇട്ടിട്ട് പോകും. പിന്നെ ഇവർ ഈ തട്ടിപ്പ് മുന്നോട്ട് പിന്തുടർന്ന് പോകും. ഇതാണ് എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഇഷ്ടമുള്ള ആളുകൾ എന്നോട് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് പിന്മാറണ്ട, ഞങ്ങളെല്ലാം ഒപ്പമുണ്ട് എന്നും പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഈ തെറിവിളിയും ചീത്തവിളിയും ഒക്കെ വിളിച്ച് പറയുന്നത് ഇവരുടെ സംസ്കാരം തന്നെയാണ്. പിന്നെ ആ രീതിയിൽ ഒരിക്കലും എനിക്ക് തിരിച്ചു പറയാൻ പറ്റില്ല. എന്നെ എടീന്ന് വിളിച്ചാൽ പോടീന്ന് വിളിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ വിളിക്കുകയും ചെയ്യും. എൻ്റെ ലിമിറ്റിൽ ഒതുങ്ങുന്ന വാക്കുകൾ കൊണ്ട്, ശക്തമായ മലയാള ഭാഷയിലെ വാക്കുകൾ കൊണ്ട് ഞാൻ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ തെറി വിളിക്കാൻ എനിക്ക് പറ്റില്ല, ഞാൻ വിളിച്ചിട്ടില്ല ഇതുവരെ, ഞാൻ വിളിക്കുകയുമില്ല. അത് എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഞാൻ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ആണ്. അവരുടെ മകള് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട്, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ അഭിമാനം, മാനം എവിടെ ഇടിഞ്ഞു പോവില്ല. പക്ഷെ നിങ്ങളുടെ മകള് ചീത്ത വിളിച്ചു, സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് തെറി വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ അഭിമാനത്തിന് അത് ക്ഷതമുണ്ടാക്കും. സോ ഞാൻ തെറി വിളിക്കില്ല. നീയൊക്കെ ഇടുന്ന ഇങ്ങനെയുള്ള എടി പൊടിയുള്ള കമൻറ്റുകൾക്ക് മാക്സിമം ഞാൻ റിപ്ലൈ തരും. തെറി വിളിച്ചിട്ടുള്ള ഇന്നലെ ഒരു കമൻറ്റ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ആൻസി അത് കണ്ടിട്ടുണ്ട്, ആൻസി അതിന് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഡാഷ് കൂട്ടിയിട്ടൊക്കെയുള്ള വേർഡുള്ള ഒരു കമൻറ്റ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഞാൻ റിമൂവ് ചെയ്തു. അങ്ങനെ എനിക്ക് പറ്റില്ല എന്ന് തോന്നുന്ന കമൻറ്റ് ഞാൻ റിമൂവ് ചെയ്യും. അല്ലെങ്കിൽ യൂട്യൂബ് തന്നെ ഇപ്പോൾ കുറേ കമൻറ്റ് ഹൈഡാക്കി വെക്കുന്നുണ്ട്. ഇതിലേ പോകുന്നത് എനിക്കറിയില്ല. എന്നിട്ട് ചില എണ്ണങ്ങൾ വന്നിട്ട് പറയും, നീ എന്തിനാണ് ഈ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത്, ഞാനത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ്, എങ്ങനെയൊക്കെ നീയൊക്കെ ഏതൊക്കെ ആയുധവുമായിട്ട് 4 വശത്തൂടെ വന്നാലും എനിക്ക് പറയാനുള്ളത് ഞാൻ ഇതേപോലെ തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. പിന്നെ ഇപ്പോൾ ഒരു ബിയർ വിഷയം, ഈ പറയുന്ന കൊട്ടാരം വെച്ചു കൊടുക്കാൻ പോകുന്ന ഈ സ്ത്രീ മകളെ ബിയർ കൊടുത്തിട്ടാണ് വളർത്തുന്നത് എന്ന് പറഞ്ഞ് കുറേ സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ ഭാഗം കണ്ടിട്ടേ ഇല്ല, ഇതെന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. ചില ആളുകൾ ജസ്റ്റ് പറഞ്ഞു കേൾക്കുന്നതല്ലാതെ ഇതിൻ്റെ തെളിവുകളൊന്നും ആരും പറയുന്നതും ഒന്നും ആയിട്ടുള്ള തെളിവുകൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. ഡാനിയുടെ വീഡിയോ ഞാൻ കണ്ടു. താങ്ക് യു ഡാനി, എനിക്ക് ആ ഒരു പോർഷൻ അതിൽ നിന്ന് കിട്ടി. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഒരു വിഷയത്തെ പറ്റിയിട്ട് സംസാരിക്കണം എന്ന് തോന്നുമ്പോൾ ഞാൻ ആ സംസാരിക്കേണ്ട വിഷയത്തെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ വ്യക്തമായിട്ടും കണ്ടിട്ടാണ് ഞാൻ സംസാരിക്കാറ്. അല്ലാതെ എല്ലാം കാണാൻ നമുക്ക് സമയം കിട്ടില്ലല്ലോ. അപ്പോൾ ഈ ഒരു പോർഷൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ സനുവിൻ്റെ ആണെങ്കിലും ഞാൻ ചില എനിക്ക് അത് പകലെടുത്ത ലൈവ് ഒന്നും കാണാൻ പറ്റാറില്ല, രാത്രിയിൽ കയറുന്ന ലൈവ് എനിക്ക് ചിലപ്പോഴൊക്കെ കാണാൻ പറ്റാറുണ്ട്. അത് ഞാൻ സംസാരിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന വിഷയമാണെങ്കിൽ അതിൽ കുറേ തെളിവുകൾ ഉണ്ടായിരിക്കും, ഈ പറയുന്ന ആളുകളൊക്കെ വന്നു കൊടുക്കുന്ന തെളിവുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രിയിലുള്ള ലൈവ് ഞാൻ ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. ഇങ്ങനെ സംസാരിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും കാണാറുണ്ട്. അതേപോലെ കണ്ട കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുക. അപ്പോൾ ഈ ഭാഗം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഡാനി ആ തെളിവ്, ഇവര് മകൾക്ക് ബിയർ കൊടുക്കുന്ന തെളിവ് ഡാനി അത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഭാഗം ഇവിടെ ഒന്ന് വെക്കാം. ഇന്ന് ഒരു കമന്റ് വരുന്നുണ്ട്, ഇന്നലെ ബോട്ട് പറഞ്ഞ ബിയറിന്റെ ഇഷ്യൂ ഡീറ്റെയിൽസ് പറയാൻ പറ്റുമോ സമീറ? പറയാം, തീർച്ചയായിട്ടും പറയാലോ, അതിനെന്താ കുഴപ്പം? പറഞ്ഞോ. ബിയർ ഞാൻ ആ വീട്ടിൽ ചെല്ലുന്നു, ഞാനും അവിടെ അനു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഞാനും അനു സംസാരിച്ച് അവളുടെ മോളും കൂടി സംസാരിച്ചുകൊണ്ട് മുറിയിലിരിക്കുന്നു. ഞങ്ങൾ കുറെ പാട്ടൊക്കെ കാണുന്നു, വീഡിയോസ് ഒക്കെ കാണുന്നു. അങ്ങനെ ഞങ്ങൾ മുറിയിലിരിക്കുന്നു. തനുജ ആ കണ്ണാടിക്കാരനെ വിളിച്ചോണ്ടിരിക്കുക. കണ്ണാടിക്കാരനെ വിളിച്ച് പുറത്തിരിക്കുന്നു. ഞാൻ റൂമിന്റെ ഡോർ അടച്ചിട്ടേക്കാണ്. ഞാനും അനുവും ആ കൊച്ചും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒരു ബെല്ലടിക്കുന്ന കേട്ടപ്പോ കൊച്ചിറങ്ങി ഓടിപ്പോയി ആരാന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കൊച്ചു ഓടി വന്നിട്ട് മുറിയിലേക്ക് വന്ന് എന്നോട് പറയുന്നു, ആന്റി ഒരു സർപ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട് ആന്റിക്ക് അമ്മ എന്ന് പറഞ്ഞു. അപ്പൊ ഇവള് വന്നിട്ട് പറഞ്ഞു, ഒരു സർപ്രൈസ് ഉണ്ട്, കുറച്ചു നേരം കഴിയട്ടെ എന്ന് പറഞ്ഞു. ഞാനും അനുവും വർത്താനം പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. ഈ കൊച്ചു അവിടെ വന്നിരുന്നു. തനിജ വീണ്ടും ഫോൺ കോളിലേക്ക് പോകുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ബെല്ലടിക്കുന്നു. അപ്പൊ കുറെ ഫുഡ് ഐറ്റംസ് ഒക്കെ ആയിട്ട് ഒരാള് വരുന്നു. ഫുഡ് എടുത്ത് നിരത്തി വെക്കുന്നു. ഞങ്ങൾ മുറി തന്നെയാണ് അപ്പോഴും. അപ്പൊ ഇവള് 3 ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ബിയർ ഊറ്റി വെച്ചിട്ടുണ്ട് 3 ഗ്ലാസ്സില്. എന്നിട്ട് ഇവള് ഞങ്ങളെ വന്ന് വിളിക്കുകയാണ്, ഇങ്ങോട്ട് വാങ്ങുന്നു, കണ്ണടയ്ക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാ കാര്യം ഉണ്ടായി. അപ്പൊ നമ്മൾ സർപ്രൈസ് എന്ന് വിചാരിക്കണം, വലിയ കേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ നോക്കുമ്പോ ഇവള് കൊണ്ടുവച്ചിരിക്കുന്നത് ഈ ഫുഡ് മേശയിലുണ്ട്, ഗ്ലാസ്സിലിരിക്കുന്നത് ഇതാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അത് കഴിഞ്ഞിപ്പോ ഇവളെടുത്തിട്ട് ഇത് മേശയിലേക്ക് ഈ കുപ്പി എടുത്ത് വെക്കുമ്പോ
ഞാനും അനുവും സ്റ്റക്കായിപ്പോയി. എന്താ പറയുന്നത്, ഞങ്ങൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി, ഒന്നും മിണ്ടിയില്ല. അവളുടെ വീടാണ്, അവളുടെ ഫ്ലാറ്റാണ്. അപ്പൊ 3 ഗ്ലാസ് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇവള് ആദ്യം ഒരു ഗ്ലാസ് എടുത്ത് അവളുടെ കൊച്ചിന്റെ കയ്യിലേക്ക് കൊടുത്തു. ആ കൊച്ചത് കുടിക്കുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി. അപ്പൊ അനു ആ ഒപ്പം തന്നെ അവള് വഴക്കുറഞ്ഞു, ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി. അതാണ് ബിയർ കഥ. അവിടെ പറയുന്നത് നേരെ മറിച്ചാണ്, നീയാണ് വൈൻ കൊണ്ടുപോയതെന്നും അത് കൊടുത്ത് അവരെല്ലാം ബോധം കെടുത്തിയത് നീയാണെന്നാണ് പറയുന്നത്. ആ, അവള് കേസ് സഹിതം ബിയർ മേടിച്ചു കുടിക്കണേന്റെ ഓട്ടോറിക്ഷക്കാരന്റെ ഇവള് വിളിച്ച കോള് അവൻ സംസാരിക്കുന്നത് എന്റെ ഫോണില് റെക്കോർഡുണ്ട്. ഇവള് കേസ് സഹിതം ബിയർ മേടിച്ചു കുടിക്കണേ. ഇവളെ ഞാൻ ഒറ്റയെടുത്ത് വഴക്ക് പറഞ്ഞ് ചീത്ത പറയുന്ന ഇവളെ തെറി വിളിക്കുന്ന റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. അവളാണ് പറയുന്നത് ഞാനാണ് അവൾക്ക് ബീർ വാങ്ങിച്ചോട്ടെ. എനിക്ക് ബീർ കുടിക്കേണ്ട ആവശ്യം എനിക്കില്ലടി. കേട്ടില്ലേ എങ്ങനെയുണ്ട്? ഇതും ഈ സ്ത്രീ ഇത് കഴിഞ്ഞിട്ട് ന്യായീകരിക്കുന്നുണ്ട്. അവരുടെ വീഡിയോയും ഡാനി അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് ബിയർ ഇവർക്ക് വേണ്ടിയിട്ടാണ്. ഈ സമീറ എന്ന് പറയുന്ന സ്ത്രീയാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇത് ഈ സ്ത്രീയുടെ ഉറ്റ സുഹൃത്തായിരുന്നു ഈ സമീറ എന്ന് പറയുന്ന സ്ത്രീയും വൈകയും ഒക്കെ. അവരോട് ചേർന്ന് നിന്നുകൊണ്ടിരുന്നപ്പം, ഇവർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടിരുന്നപ്പോൾ ഈ സമീറയും വൈകയും ഒക്കെ വളരെ നല്ലതായിരുന്നു. ഇവരുടെ ഊടായ്പ് തിരിച്ചറിഞ്ഞ് ഇവരുടെ അടുത്തുനിന്ന് തിരിച്ചു വന്നപ്പോൾ, ഇവരെ അംഗീകരിക്കാതെ വന്നപ്പോൾ ഇപ്പം ഈ സമീറയും വൈകയും ഒക്കെ വളരെ മോശം സ്ത്രീകളായി. അവർക്കില്ലാത്ത കുറ്റമൊന്നുമില്ല. ഇതൊക്കെ ആരുടെ കൂട്ടുകാരായിരുന്നു? ഈ പറയുന്ന പ്രസ്തുത തനുജ എന്ന് പറയുന്ന സ്ത്രീയുടെ കൂട്ടുകാരായിരുന്നു. നമ്മുടെ ഒന്നും കൂട്ടുകാരല്ലായിരുന്നു ഇവരൊന്നും, അല്ലേ? അപ്പൊ ഇവരിൽ നന്മയുള്ളത് കൊണ്ട് തന്നെ ഈ സ്ത്രീയുടെ ഊടായ്പകൾ കണ്ടിട്ട് ഇവരതിൽ നിന്ന് പിന്തിരിഞ്ഞ് പിന്നോട്ട് വന്നു. ഉള്ള സത്യങ്ങൾ ഇവര് സമൂഹത്തിൽ, സൊസൈറ്റിയിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇവരുടെ അന്തങ്ങൾ പറയുന്നത് ഇപ്പൊ ഇവര് കൊള്ളില്ല എന്നാണ് പറയുന്നത്. ഈ സമീറ ഫ്രോഡാണ്, അല്ലെങ്കിൽ വൈക ഫ്രോഡാണ്, ഇവരൊക്കെ ഊടായ്പകളാണ്, തനൂരി അങ്ങോട്ട് ചതിക്കുകയാണെന്നാണ് പറയുന്നത്. ഇവിടെ ഈ ബിയറിന്റെ കേസിൽ ഈ തനുജ പിന്നെ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇത് സമീറയ്ക്ക് വേണ്ടി മേടിച്ചതാണ് അത്രേ. നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വരുമ്പോൾ നമ്മൾ സൽക്കരിക്കണ്ടേ, അവരെ സൽക്കരിക്കാനായിട്ട് ബിയർ വാങ്ങിയതാണ് അത്രേ. നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ എത്ര പേർക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അവരെ സൽക്കരിക്കാനായിട്ട് ബിയർ വാങ്ങി കൊടുക്കാറുണ്ട്? ആ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പെൺകുഞ്ഞ് ആൺകുഞ്ഞ് ആരുമായിക്കോട്ടെ, നിങ്ങൾ അവർക്കും കൂടെ വിളമ്പാറുണ്ട് ബിയർ. എത്ര പേര് ചെയ്യാറുണ്ട് പറ? അതിനെയും ഇവരുടെ അന്തങ്ങൾ ന്യായീകരിക്കുകയാണ്. സമീറയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവള് ബിയർ മേടിച്ചു കൊടുത്തത് അത്രേ. സമീറ ഇങ്ങനെ ഒരു അതിഥി വരുമ്പോൾ പുറത്തുനിന്ന് ലാവിഷായിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യുക, അതേപോലെ ബിയർ വാങ്ങിക്കൊടുക്കുക, ഇതൊക്കെ എങ്ങനെയുള്ള വീടുകളിൽ നടക്കുന്ന സംഭവമാണ്? ഒരച്ചടക്കവും ഒതുക്കവും ഉള്ള ഒരു വീട്ടിൽ നടക്കുന്ന സംഭവമാണോ ഇത്? അതോ യൂട്യൂബിലിരുന്ന് എനിക്കൊന്നുമില്ലേ വലുതും തരണേ എന്ന് പറഞ്ഞ് നാഴികയ്ക്ക് 40 വട്ടം മറ്റുള്ളവരോട് ക്യാഷ് മേടിച്ചിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ ചെയ്യുന്നതാണെന്ന് ഓർക്കണം. അത് ഈ പെൺകുഞ്ഞിനും കൂടെ ബിയർ കൊടുത്തിട്ട് എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും ഇവർ കൊടുത്തു എന്നുള്ളത് പറയുന്നുണ്ടല്ലോ. ഇവര് ബിയർ വാങ്ങിച്ചു, അത് ഒഴിച്ചിട്ട് സൽക്കരിച്ചു, ഇവരെ സൽക്കരിക്കാനാണ് എന്നാ പറയുന്നത്. എന്നാലും ഇവരത് ചെയ്തു എന്നുള്ളത് സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ദിവസവും ഇവരത് തുടരുന്ന ഒരു പ്രവൃത്തി അല്ലെന്നുണ്ടെങ്കിൽ, മുമ്പും ഇവർ ചെയ്തിട്ടുള്ളതല്ലെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞെങ്ങനെയാണ് അത് കഴിക്കുക? അതത് കഴിക്കുമോ? ഒരിക്കലും കഴിക്കില്ല. അപ്പോൾ ഈ ബിയർ കേസൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഇവരുടെ തമ്മിലുള്ള കോൺവെർസേഷനിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വന്നു പോയ ഒരു സംസാര വിഷയമായിരിക്കാം, ഒരു തെളിവുമില്ലാതെ വെറുതെ പറയുന്നതായിരിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ആ കാര്യം ഒന്നും പറയാത്തത്. ഇപ്പോൾ വേറെ എന്തോ ഒരു വേറൊരു സംഭവത്തെ പറ്റിയിട്ടും ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ടെന്നും പുറത്ത് പറയാൻ നമുക്ക് കൊള്ളില്ല. അതൊക്കെയും അങ്ങനെ തന്നെയാണ് ഞാൻ വെച്ചേക്കുന്നത്. വ്യക്തമായി നമുക്കൊരു തെളിവില്ലാതെ ഒരു കാര്യം നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ എന്നോർത്തിട്ട് ഞാൻ മിണ്ടാതിരിക്കുന്നതാണ്. ഈ ഒരു വിഷയത്തിൽ ഈ ഒരു തെളിവ് ധാരാളം മതി. അത് ഇവർ ചെയ്തതാണ് എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും ഇവരുടെ അന്തങ്ങൾ ഇവരെ ന്യായീകരിക്കുകയാണ്. ഇവിടെ അത്താഴപ്പട്ടിണിക്കാരുള്ള, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ആവതില്ലാത്ത, രോഗശയ്യയിൽ കിടക്കുന്ന ഒരുപാട് ആളുകൾ, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് വലയുന്ന ഒരുപാട് അമ്മമാർ. ഞാനത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതാണ്, ഞാൻ അതിനെപ്പറ്റി പറയാം. ഒരമ്മ അവർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവർ വയനാടെങ്ങാണ്ടുള്ളവർ ആലപ്പുഴ വന്ന് താമസിച്ചിട്ട് അവരവരുടെ യൂട്യൂബ് ചാനലൊന്ന് കാണാൻ മാത്രമേ പറയുന്നുള്ളൂ. 1 രൂപ അവരിതുവരെ സൊസൈറ്റിയോട് ചോദിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുള്ളപ്പോൾ എൻ്റെ വീഡിയോയിൽ ഞാൻ ഇന്നലെ പിൻ ചെയ്തേക്കുന്ന ഒരു കമൻറ്റ് നിങ്ങൾ നോക്ക്. എനിക്ക് വളരെ അഭിമാനം തോന്നി അവരോട്. 12 രൂപയാണ് അവരുടെ സാലറി ആകെ. അതിൽ നിന്ന് ഇവർക്ക് ബസ് ചാർജ് പോകണം അത്രേ 60 റുപ്പീസ്. 30 × 60, 30 എന്ന് പറയുമ്പോൾ മിക്കവാറും സൺഡേയും ഇപ്പം വർക്ക് ഉണ്ട് അല്ലേ? ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ സൺഡേയും ഓപ്പൺ ആണ്. ഇനി ഇവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്നാലും എത്ര രൂപയായി ബാലൻസ് ഇവർക്ക് എത്രയുണ്ട്? അപ്പോൾ ആ ഒരു ക്യാഷും കൊണ്ടാണ് ഈ സ്ത്രീ ജീവിക്കുന്നത്, ഇവരുടെ കുഞ്ഞുങ്ങളെയും നോക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള നല്ല മാന്യമുള്ള, മറ്റുള്ളവരുടെ മുമ്പിൽ
തൻ്റെ അഭിമാനത്തെ പണയം വയ്ക്കാതെ നട്ടലോടെ ജീവിക്കുന്ന ഒരുപാട് നല്ല സ്ത്രീകളുള്ള നമ്മുടെ നാട്ടിലാണ് അതിഥികളെ സൽക്കരിക്കാൻ ബിയർ, സ്വന്തം കുഞ്ഞിന് ബിയർ. ആ ഒരു കുഞ്ഞിനൊക്കെ ബിയർ ഒഴിച്ചു കൊടുക്കാന്ന് പറയുമ്പോൾ അവരുടെ മനസ്സ് എമ്മാതിരി വൃത്തികെട്ട ഒരു മനസ്സാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെയൊക്കെ വീട്ടിൽ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? ഇപ്പോൾ ആണുങ്ങളൊക്കെ കൂടുമ്പോൾ പല വിശേഷ ദിവസങ്ങളിലും വീട്ടിൽ എന്തെങ്കിലും ഇങ്ങനെ മദ്യപിക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ലേഡീസ് ഇപ്പോൾ ഒരുപാട് പേര് മദ്യപിക്കുന്നുണ്ട്. അവരുടെ പേഴ്സണൽ സ്പേസിൽ അവർ മദ്യപിക്കും. അതൊക്കെ അവരുടെ ക്യാഷ് അല്ലെങ്കിൽ കൂട്ടുകാർ വാങ്ങിക്കൊടുക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ആളുകളുമുണ്ട്. ഇവിടെ ഒന്നുമില്ലേ എന്നും പറഞ്ഞ ആളുകളോട് ഇപ്പൊ വീട് വരെയും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഇമാതിരി ദൂർത്തടിച്ച ഒരു ജീവിതം നയിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് കുറച്ചെങ്കിലും മൂളയുള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാകും പറഞ്ഞ. എന്നിട്ടും ഇവരുടെ അന്തങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ എൻ്റെ കമൻറ്റ് ബോക്സിൽ എടി പോട്ടി അത് ഇതെന്ന് പറഞ്ഞിട്ട് നല്ലതുപോലെയുണ്ട്. എനിക്ക് കൊടുക്കാൻ പറ്റുന്ന മറുപടിയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, ഇവരെ തിരിച്ചറിയുന്ന ആളുകളും അതിൽ നല്ലതുപോലെ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ തന്നെ ഉണ്ടാവും. നീയൊക്കെ എങ്ങനെ കമൻറ്റ് ഇട്ടുകൊണ്ട് വന്നാലും എനിക്ക് കിട്ടുന്ന അറിവുകളിൽ നിന്ന് ഞാനത് പറയാതെ ഞാൻ പിന്നോട്ട് പോവില്ല. പിന്നെ ഇപ്പോൾ ഉള്ള ഇന്നലെ നമ്മുടെ മറ്റേ ബിന്ദു ആശാരി വന്നിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ കൊടുക്കും, നീ ആരാട്ടി, നിന്നോട് പറയാൻ നീ പ്രൈം മിനിസ്റ്റർ ആണോട്ടി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നീ എന്താ പ്രൈം മിനിസ്റ്റർക്ക് മാത്രമാണ് നീ ഡീറ്റെയിൽസ് എല്ലാം സമർപ്പിക്കൂ? അതെവിടുത്തെ റൂളാ? നീ എനിക്ക് സമർപ്പിക്കണം എന്ന് ഞാൻ പറയുന്നത് നിന്റെ ആ റെസിപ്റ്റ് നീ കൊടുത്ത ആ ഒരു തുക കാണാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടൊന്നുമല്ല. നീ കൊടുത്തിട്ടില്ല, അതെനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടാ. നീ വെറും ഊടായ്പാണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാ. നീ കൊടുക്കില്ല. നാട്ടുകാരെ പറ്റിച്ച് അവരെയും തിരിച്ച് അതിൽ നിന്ന് കുറച്ച് കൈയിട്ട് വരി നിനക്ക് സമ്പാദിക്കാനുള്ള നിന്റെ തരം താണ പരിപാടിയാണ് ഇതെന്ന് എനിക്ക് അറിയുന്നത് കൊണ്ടാണ് പറഞ്ഞത്. അല്ലാതെ നിന്റെ രഹസ്യങ്ങളും നിന്റെ ബാങ്ക് ഡീറ്റെയിൽസും കാണാൻ എനിക്ക് കൊതിയുണ്ടായിട്ടില്ല. എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് എനിക്ക് കണ്ടാൽ മതി, അതെന്താണെന്ന് എനിക്കറിഞ്ഞാൽ മതി. നീ പക്ഷെ 1 രൂപ കൊടുക്കില്ല, നാട്ടുകാരെ പാവങ്ങളുടെ പൈസ പിഴിഞ്ഞെടുത്തിട്ട് കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. പിന്നെ എന്നെ മുക്കി വന്നിരുന്ന് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. മുക്കാത്ത നീ നിന്റെ പ്രൊഫൈല്, നിന്റെ ഫേസ് എങ്കിലും ഒന്ന് കാണിക്കുക. എന്താ വരാത്തത്? എന്താ കാണിക്കാത്തത്? അതിനുള്ള ആർജവും ഇല്ലേ നിനക്ക്? ഒളിച്ചിരുന്നിട്ട് കുറയ്ക്കാൻ മാത്രമേ നിനക്ക് ധൈര്യമുള്ളൂ. അല്ലെങ്കിൽ നീ നേർക്ക് വാ. നിനക്ക് ഐഡിയ ഉണ്ടല്ലോ, ഒരു വീഡിയോ ഇട്ട് നീ നേർക്ക് വാ. നമുക്ക് മുക്കാതെ നേർക്ക് ഇരുന്ന് നമുക്ക് സംസാരിക്കാം. മുക്കാതെ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് നീ ഒന്ന് കാണിച്ചതാ, എന്നത് കണ്ടു പഠിക്കാം കേട്ടോ. അല്ലാതെ വെറുതെ ഇരുന്ന് ഒളിച്ചിരുന്നിട്ട് ഈ ഹിപ്പോപ്പൊട്ടാമസിനെ പോലെ തല വെള്ളത്തിനകത്ത് പൂത്തി വെച്ചിട്ട് ആരും കാണുന്നില്ല എന്നുള്ള രീതിയിൽ ഇരുന്നിട്ട് കാര്യമില്ല. പുറത്തു വാ, ഈ ആമത്തോടിനകത്തുനിന്ന് പുറത്തു വാ, എന്നിട്ട് സംസാരിക്കുക. വെറുതെ സ്വന്തം പ്രൊഫൈല് പോലും ഇടാൻ ധൈര്യമില്ലാത്ത ഒരു വൃത്തികെട്ട സ്ത്രീ, അങ്ങനെ നിന്നെ വിളിക്കാൻ പറ്റൂ. അപ്പോൾ ഈ ആമത്തോട്ടിനകത്തിരുന്നിട്ട് കൂടുതൽ അങ്ങോട്ട് വള അടിച്ചാൽ ഞാൻ മിണ്ടാതെ അങ്ങ് പോകുന്നു നീ വിചാരിക്കേണ്ട. തനൂജിയെ വിറ്റ് ജീവിക്കുന്നു. അവർ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചല്ലേ ജീവിക്കുന്നത്. നാട്ടുകാരോട് മുഴുവൻ മേടിച്ച്, നാട്ടുകാരെ മുഴുവൻ കുപ്പിയിലിറക്കി, അവരെ സഹായിച്ചിട്ടുള്ളവരെ മുഴുവൻ ചതിച്ച്, അവർ ഈ ലോകത്ത് എല്ലാവരെയും ചതിച്ച് ഇത്രയും നാളും ആ സ്ത്രീ ജീവിച്ചത് മുഴുവൻ അവരെ ചുറ്റിപ്പറ്റിയുള്ള, അവരെ സ്നേഹിച്ചവരെ സഹായിച്ചവരെയൊക്കെ ചതിച്ചിട്ടാണ് ജീവിക്കുന്നത് അല്ലേ? നിനക്കൊക്കെ എന്ത് യോഗ്യതയാണ് നീ നിന്റെ കാര്യം നോക്കിപ്പോൾ തനൂജിയെ കണ്ടന്റ് ആക്കുന്നു എന്ന് പറയാനുള്ളത്? പിന്നെ ഡാനിയുടെ വീഡിയോയിൽ ഡാനി പറയുന്നുണ്ട് 25,000 ഉണ്ടായിരുന്നല്ലോ സാലറി, ആ ജോലി കളഞ്ഞു, പക്ഷേ ഇപ്പോൾ യൂട്യൂബില്ലേ, അതുകൊണ്ട് ജീവിച്ചൂടെ? ഡാനി നമ്മളറിയാത്ത ഒരുപാട് സത്യമുണ്ട് ഡാനി. ഈ 25,000 ഉള്ളപ്പോഴും ആ ഒരു സമയത്തും അവർക്ക് ഫുൾ ടൈം അവിടെ പോയി ജോലി ചെയ്യണ്ട. ആ സ്ത്രീ സർവ്വ സ്വാതന്ത്ര്യവും കൊടുത്തിട്ടുണ്ട്. ഇവരാകെ അവിടെ ചെയ്യുന്ന ജോലി എന്താണെന്നറിയോ? ഫുൾ ടൈം ഈ ഷോപ്പിൽ പോകുമ്പോഴും അവർ ഓൺലൈനിലാണ്, അവർ ലൈവിലാണ്. ആ സമയത്തും എപ്പോഴെങ്കിലും പുതിയ ഡ്രസ്സ് വന്നാൽ, പുതിയ ഐറ്റംസ് വന്നാൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കുക, ജനങ്ങളെ കാണിക്കുക. ഇതാണ് ആ സ്ത്രീയുടെ ജോലി. അപ്പോൾ അതിനാണ് ഇവർ 25,000 കൊടുക്കുന്നത്. കൂടാതെ ഇവരിട്ട് നോക്കുന്ന ഡ്രസ്സും, എത്രമാത്രം ഡ്രസ്സ്, അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സും ഇവർക്ക് കിട്ടും. ലാവിഷായിരുന്നു ജീവിതം. അതിനിടയ്ക്ക് എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്താലോ ഒക്കെ ഈ സ്ത്രീയുടെ പേരിൽ ഓർഡർ ചെയ്യും, ആ സ്ത്രീ ക്യാഷ് കൊടുക്കും. അങ്ങനെ ഒരുപാട് ക്യാഷ് കൊടുത്തിട്ടുണ്ട്. കുറേ വീഡിയോസ് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അവരെല്ലാം വിളിച്ചു പറഞ്ഞ് നടക്കുന്ന ഒരു സ്ത്രീയല്ല. അപ്പോൾ ആ 25,000 കൂടാതെ ഇവർക്ക് വീഡിയോ ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, മീൻസ് സമയവും ഉണ്ട്. അവർ 24 മണിക്കൂറും ആ കടയിലൊന്നും പോയി അവർക്ക് ഇരിക്കേണ്ട കാര്യമില്ല. അവർ ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് വീടെടുത്തേക്കുന്നത്. വീട്ടിൽ വന്നിരിക്കാം. ഇവർ എപ്പോഴെങ്കിലും വിളിക്കുമ്പോൾ ഒന്ന് ചെല്ലേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ക്യാഷ് ഉണ്ട്, ഈ യൂട്യൂബ് വരുമാനമുണ്ട്, എല്ലാം ഉള്ളപ്പോഴാണെന്ന് ഓർക്കണം ഈ വൈഗ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നൊക്കെ 30,000 മേടിച്ചത്. അതേപോലെ ഓരോ ആളുകളും ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോഴും അവർക്ക് സ്ഥിരം പൈസ ഇട്ട് കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാ പറയുന്നത്. ഇവർക്ക് തന്നെ ഒരുപാട് ഫേക്ക് അക്കൗണ്ട് ID ഉണ്ട് അത്രേ. ഒരാളെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർക്ക് തന്നെ, ഈ പറയുന്ന സ്ത്രീക്ക് തന്നെ ഒരുപാട് ഫേക്ക് ID ഉണ്ട്. അതിൽ വന്നിട്ടാണ് കുറേ കമൻറ്റ് ഇങ്ങനെ തെറി വിളിച്ചിട്ട് എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഇടുന്നതെന്ന്. എൻ്റെ നല്ല പലരുടെയും.
അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഈ വീഡിയോയ്ക്ക് മുമ്പിൽ വന്നിരുന്നിട്ട് ഇവർ ചീത്ത വിളിക്കില്ല, ഇവരുടെ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഇവർ ചീത്ത വിളിക്കും, എല്ലാവരെയും ചീത്ത വിളിക്കും. അത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് പറഞ്ഞതാണ് എന്നാ പറഞ്ഞത്. സത്യമാണത്. ഇവരുടെ ഓരോ പ്രവൃത്തിയും കാണുമ്പോഴറിയാം ഇവരങ്ങനെ തന്നെ ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഫേക്ക് അക്കൗണ്ട് എടുത്തിട്ട് വീഡിയോ ചെയ്തിട്ട് അങ്ങനെ ബാക്കിയുള്ളവരുടെ വായ അടപ്പിച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്കിത് മുന്നോട്ട് സധൈര്യം കൊണ്ട് ഇപ്പോൾ ഇവരുടെ കൂടെ കൂടി നിൽക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. പണ്ടൊരു ദിവസം അതുലിൻ്റെ വിഷയം പറഞ്ഞിട്ട് അതുലിൻ്റെ വിഷയത്തിൽ സംസാരിച്ച ഒരു സ്ത്രീ ഉണ്ടല്ലോ, നീ ആ ആക്സിഡൻറ്റിൽ മരിച്ചു പോയാൽ മതി എന്ന് പറഞ്ഞിരുന്ന ഒരു സ്ത്രീ ഡാനി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. അങ്ങനെയുള്ള സപ്പോർട്ടേഴ്സാണ് ഇപ്പോൾ ഇവരുടെ കൂടെയുള്ളത്. കണ്ണീച്ചോര എന്ന് പറയുന്ന ഒരല്പമില്ലാത്ത മനുഷ്യത്വമില്ലാത്ത സപ്പോർട്ടേഴ്സാണ് ഇവരുടെ കൂടെയുള്ളത്. അന്ന് ഒരു സ്ത്രീ ലൈവിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ പറയുന്ന വ്യക്തി അവിടെ ഇരുന്നിട്ട് അനങ്ങിയോ, നിങ്ങൾ അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞോ? ഓട്ടോമാറ്റിക്കലി ആരാണേലും പറഞ്ഞു പോവില്ല അയ്യോ അങ്ങനെ പറയല്ലേ എന്ന്. അതുപോലും പറയാത്ത കരളുറപ്പുള്ള അത്രയ്ക്ക് തൻ്റെ ഇടമുള്ള ഒരു സ്ത്രീയാണ് ഇവര്. അവരാണ് പാവം ഗസ്റ്റിനെ സ്വീകരിക്കാനായിട്ട് മദ്യസൽക്കാരം നടത്തുന്ന സ്ത്രീ, കുഞ്ഞിന് മദ്യം വിളമ്പിക്കൊടുക്കുന്ന സ്ത്രീ. ഇവരാണ് പാവം. എന്നിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് വക്കാലത്തുമായിട്ട് ബാക്കിയുള്ളവരുടെ ഇത് വിളിച്ചു പറയുന്ന ആളുകളുടെ നേരെ വരികയാണ്. നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ, അവരെ ആരെങ്കിലും സഹായിക്കട്ടെ. ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ തോന്നിയവാസങ്ങൾ കാണിച്ചാൽ, ഇങ്ങനത്തെ ഊടായ്പകൾ കാണിച്ചാൽ വിളിച്ചു പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഈ ഒരു തട്ടിപ്പുണ്ടല്ലോ, ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങളിത് നടത്തിയിരിക്കും, മേടിച്ചു കൊടുത്തിരിക്കും, അതിൽ ദേവൂട്ടിക്കൊരു വീടെന്നാണ് ടാഗ് ലൈൻ ഇട്ടേക്കുന്നത് കേട്ടോ. അങ്ങനെ ആ ഒരു ക്യാപ്ഷനും ഇട്ടിട്ട് ഞങ്ങളിത് മേടിച്ചു കൊടുത്തിരിക്കും എന്ന് പറയുന്ന വ്യക്തി, ഇപ്പം ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഫിജോ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അവരെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവരെ പറ്റിയിട്ട് ഒന്നും പറയാത്ത കാര്യം, കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുമ്പം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. പക്ഷെ ഇതിൽ വസ്തുത എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അറിയാതെ ഒരു കാര്യം സംസാരിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത്. പക്ഷെ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇതിന് വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ത്രീയാണ്. ഈ സ്ത്രീയെ പറ്റി പറയുകയാണെങ്കിൽ പണ്ടൊരു വിസ തട്ടിപ്പ് തൊട്ടിട്ട് ഒരുപാട് ആളുകൾ പണ്ട് തൊട്ടേ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ജേണി വിത്ത് തസ്ലൂന്ന് എന്തോ പറഞ്ഞ ഒരു ചാനൽ, ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാവേ. അത് വിത്ത് എവിഡൻസ് ആണ്. അവർ വീഡിയോ ഇട്ടിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ഡ്രസ്സ് തരാമെന്ന് പറഞ്ഞ്, ഓൺലൈൻ ബിസിനസ്സാണ്, തുണിയുടെ ബിസിനസ്സാണ് ഇവർക്ക്. അപ്പോൾ ഡ്രസ്സ് തരാമെന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചിട്ട് 7,000 എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നു, ക്യാഷ് മേടിച്ചിട്ട് തുണി കൊടുക്കാതെ, മെറ്റീരിയൽ കൊടുക്കാതെ അവരെ ഇട്ട് വലയ്ക്കുന്നത് അവർ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഒരുപാട് ആളുകൾ അവരുടെ 1000 പോയി, 800 പോയി, 500 പോയി, 3000 പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. ഇവർ തട്ടിപ്പ് നടത്തുന്നത്, ഇവരിങ്ങനെ ക്യാഷ് മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്തത്. ക്യാഷ് മേടിച്ച് ഡ്രസ്സ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ക്യാഷ് മേടിച്ചിട്ട് തിരിച്ചു ചോദിക്കുമ്പോൾ ഇവർ ചീത്ത വിളിക്കും. ഇവർ വല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ചീത്ത വിളിക്കുന്ന ഒരു സ്ത്രീയാണ്. ഈ ചീത്ത വിളി സഹിക്ക വയ്യാതെ എൻ്റെ ഒരു 3000 അല്ലേ ആ പൊക്കോട്ടെ, ഇനി ഇതിൻ്റെ പുറകെ പോകണ്ട, അല്ലെങ്കിൽ ഒരു 1000 അല്ലേ പൊക്കോട്ടെ, ഇതിൻ്റെ പുറകെ പോകണ്ട എന്ന് കരുതിയിട്ട് മിണ്ടാതിരിക്കുന്ന ആളുകളാണ് ഒരുപാടും. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം, ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ച് നാൾ മുമ്പ് ഇപ്പോൾ നമ്മുടെ ഒലീവിയ ഡിസൈൻസിനെതിരെ, അതുപോലെ ഒരുപാട് ഓൺലൈൻ സ്ഥാപനങ്ങൾക്കെതിരെ, പിന്നെ നമ്മുടെ ദിയ കൃഷ്ണയ്ക്കെതിരെ, അതിലൊക്കെ ദിയ കൃഷ്ണയുടെ പ്രശ്നത്തിലൊക്കെ അവർ കൊടുത്ത ഒരു പ്രോഡക്റ്റ് എന്തോ ബ്രോക്കൺ ആയിരുന്നു എന്നെന്തോ ആണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു വിഷയത്തിനെതിരെ വരെ ഓൺലൈനിൽ വരെ യൂട്യൂബിൽ ഒരുപാട് ആളുകൾ പ്രതികരിച്ചു. അവർ ശരിയായില്ല, അവർ മാറ്റി കൊടുക്കണമായിരുന്നു, അവർ തിരുത്തണമായിരുന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ ഒരു സ്ത്രീക്കെതിരെ ഒരുപാട് ആളുകൾ ഇപ്പോൾ തെളിവുകളുമായിട്ട് വരുന്നുണ്ട്. കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയിട്ട് പ്രോഡക്റ്റ് കൊടുക്കില്ല, ലാസ്റ്റ് ചോദിച്ച് തിരിച്ച് ഇവർക്ക് കിട്ടുന്ന ഒരുപാട് തെറിവിളികളാണ് തിരിച്ചു കിട്ടുന്നത്. ലാസ്റ്റ് ഇവർ ഇറക്കുന്ന ഒരു കാർഡുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞു അതുകൊണ്ട് തരില്ല. ഇതിപ്പോൾ കുഞ്ഞുങ്ങളുള്ള കുറേ എണ്ണങ്ങൾക്കുള്ള ഒരു അസുഖമാണിത്. കുഞ്ഞുങ്ങളെ പറഞ്ഞത് കൊണ്ട് തരില്ല. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രസ്തുത ചാനലിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. ജേണി വിത്ത് തസ്നി എന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ചാനലിൽ പോയാൽ നിങ്ങൾക്കറിയാം എന്താണ് അവർ പറഞ്ഞേക്കുന്നതെന്ന്. അളം മുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയില്ലേ, അതേപോലെ അളം മുട്ടിയിട്ടാണ് അവർ പ്രതികരിച്ചേക്കുന്നത്. അതുപോലെ തട്ടിപ്പ് നടത്തുന്ന ഒരു സ്ത്രീയാണ്. ഞാനിത് വെറുതെ കുറേ നാളായി ഇവരെപ്പറ്റി കേൾക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു. പക്ഷെ ഇപ്പം പാവപ്പെട്ട ഒരുപാട് ആളുകൾ ഇവർ തട്ടിച്ചു, ഇവർ വെട്ടിച്ചു,
വിളിച്ചു, ഇവർ ക്യാഷ് തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്ക് മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല. എന്തിനും മിണ്ടാതിരിക്കണം? നമ്മൾ ഒരാൾ തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യം ആയിക്കഴിഞ്ഞാൽ, നമ്മുടെ സൊസൈറ്റിക്ക് അത് ദൂഷ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവുകൾ സഹിതം റെസിപ്റ്റ് സഹിതം ഓരോ ആളുകൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് വെക്കുമ്പം നമുക്ക് വിശ്വസിക്കാമല്ലോ, അതിനെ പറ്റിയിട്ട് സംസാരിക്കാമല്ലോ. അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് ഇപ്പം ഈ പറയുന്ന കൂട്ടായ്മയിലുള്ളത്. ഈ പറയുന്ന തനൂജ എന്നുള്ള കക്ഷിക്ക് വീട് വെച്ച് കൊടുത്തിരിക്കും എന്ന് പറഞ്ഞിട്ട് വലിയൊരു വീടിൻ്റെ ചിത്രമൊക്കെ ഇട്ടിട്ട് ഇതല്ല ഇതിലപ്പുറവും ചെയ്തു കൊടുക്കും, ഇതിൽ ഒട്ടും കുറയില്ല എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിക്കുന്നത്. അപ്പോൾ ഈ തട്ടിപ്പിൻ്റെ ഡെപ്ത് എന്തേരം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് കുറച്ച് ഞാൻ ഈ അന്തത്തിനോടൊന്നും അല്ല പറയുന്നത്. കാര്യം അന്തത്തിന് കുന്തം വിഴുങ്ങിയാലും ഒന്നും മനസ്സിലാവില്ല. ഞാൻ പാവപ്പെട്ട ജനങ്ങളോടാണ് പറയുന്നത്. ഇതേപോലെയാണ് ഇവർ തട്ടിച്ച് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ തട്ടിപ്പും വെട്ടിപ്പും നടത്താനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ, കുറേ ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ എവിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിൻ്റെ പുറകെ നടക്കാനായിട്ട് കുറേ ആളുകൾ കാണും. ഇതിൽ ഞാൻ ഇന്നലെയൊക്കെ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് ആളുകൾ തെറി വിളിക്കുന്നവരെ നിങ്ങൾ കാണുന്നില്ലേ, യൂട്യൂബിലിരുന്ന് തെറി വിളിക്കുന്നവരെ കാണുന്നില്ലേ, കട്ടിൽ മേടിച്ച് കൊടുത്തവരെ കാണുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് ഈ സനു റിയാക്ഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അവർക്കെതിരെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാര്യം ഞാൻ അവരെ ഒന്നും പറയുന്നില്ലല്ലോ. അനുജയ്ക്കെതിരായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവരെ എടുത്തിടുകയാണ്. ശരിയാണ്, അവർ തെറി വിളിക്കുന്നുണ്ട്. തെറി വിളിക്കുന്നവരെ ഞാൻ ഒരിക്കലും ന്യായീകരിച്ചിട്ടില്ല. ഓപ്പോസിറ്റ് കക്ഷി ഈ പറയുന്ന ഫിജോ എന്ന് പറയുന്ന സ്ത്രീയെ വിളിക്കുന്ന തെറി ഇതിനെ കഴിഞ്ഞും 10 മടങ്ങ് മുമ്പിൽ നിൽക്കുന്നതാണ്. അത് തെറി മാത്രമൊന്നുമല്ല. പക്ഷെ അത് പോയി നോക്കിയാൽ ഇപ്പോൾ കാണില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവരുടെ ലൈവ് നോക്കിയാൽ അറിയാം, കുറേ ദിവസത്തെ ലൈവില്ല. രാത്രി ലൈവ് ഇടും, പകലാകുമ്പോൾ അവർ മുക്കും. അവർ വിളിക്കേണ്ട തെറി എല്ലാം വിളിച്ചു കഴിഞ്ഞിട്ട് പകലാകുമ്പോൾ മുക്കും. അപ്പോൾ അത് കാണാൻ പറ്റില്ല. പക്ഷെ ആ ലൈവ് കാണുന്നവർക്കറിയാം ഈ സെയിം ഇതിൽ 1% കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. മറുപടിയായിട്ട് ഈ സനു റിയാക്ഷൻ എന്ന് പറയുന്ന വീഡിയോ അവരും ചെയ്യും. ഇതിൽ ഞാനൊരു ക്വാളിറ്റി കണ്ടത് എന്താണെന്ന് വെച്ചാൽ, തെറി വിളിക്കുന്നത് ക്വാളിറ്റി ആണെന്ന് പറഞ്ഞു എന്ന് പറയണ്ട. കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സനു പ്രതികരിക്കുന്നത് സെയിം ഇതേപോലെയുള്ള നമ്മുടെ സമൂഹത്തിന് ദൂഷ്യം ചെയ്യുന്ന ഇതേപോലുള്ള ആളുകളുടെ പൊയ്മുഖം വലിച്ചു കീറാനായിട്ടാണ് ഈ സനു സംസാരിക്കുന്നത്. എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഈ ഒരു വിഷയത്തിൽ. വേറെ എനിക്കറിയില്ല കേട്ടോ. ഈ പറയുന്ന ഒരു പ്രസ്തുത വിഷയത്തിൽ അവർ സംസാരിക്കുന്നത് 100% സത്യമാണ് എൻ്റെ വ്യൂ പോയിന്റിൽ. അതുപോലെ ഒരുപാട് ആളുകളുടെ കാഴ്ചപ്പാടിൽ അവരതിന് വേണ്ടിയിട്ട് അവരെ ഇങ്ങോട്ട് കയറി തെറി വിളിക്കുമ്പോൾ അവരാ അളവിൽ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവരെ വെച്ചേക്കുവോ? അവരെ വിളിക്കുന്ന തെറിയും ചീത്തയും ഒന്നും ആരും കേൾക്കുന്നില്ല. ഇപ്പം എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ തെറി വിളിച്ചിട്ടാണോ ഓരോ ഇതുപോലുള്ള വൃത്തികെട്ട കമൻറ്റുകൾ കൊണ്ടുവന്നിടുന്നത്? അധിക അളവിൽ തിരിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. ഞാനിപ്പം വിചാരിക്കുക എന്നെ കൊണ്ട് പറ്റില്ലാത്ത ഒരു കാര്യം പറ്റുന്നവർ തിരിച്ചു കൊടുക്കട്ടെന്ന്. കാര്യം അതുപോലുള്ള തെറിയും ചീത്തയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന ഒരു സ്ത്രീ കാരണം ഇവരുടെ അന്തങ്ങൾ ബാക്കിയുള്ള എല്ലാവരെയും വിളിക്കുന്നത്. ഇതിനാരാണ് പിന്നെ തിരിച്ചു കൊടുക്കുന്നത്? ഇതേപോലെയുള്ള ആളുകളല്ലാതെ പിന്നെ ആരാണ് തിരിച്ചു കൊടുക്കുന്നത്? പെട്ടെന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു ലൈവിലേക്ക് കയറുമ്പോൾ ഒരാളിരുന്ന് അങ്ങ് തെറി വിളിക്കുന്നു, അവരെ നമ്മൾ കൊണ്ടുപോയിട്ട് റോസ്റ്റ് ചെയ്യും, അവർ തെറി വിളിക്കുന്നു എന്ന് പറയും. ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ എന്താണ്, കാരണങ്ങൾ എന്താണെന്നൊന്നും ആരും പറയില്ല. പിന്നെയും ഈ സനു എന്ന വ്യക്തിയോട് എനിക്കുള്ള ഒരു ബഹുമാനം എന്താണെന്നറിയോ? അവർ നല്ല പോലെ കഷ്ടപ്പെടുന്ന സ്ത്രീയാണ്. അവർ രാവിലെ ലൈവ് വരുമ്പോഴും അവർ ഒരു ചായക്കട എന്തോ നടത്തുന്നുണ്ട്. അതിൽ അത്രയും പണികൾ എടുത്തിട്ട് ഓടി മടുത്ത് വന്നിട്ടാണ് അവരിരുന്ന് ലൈവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രാത്രിയിൽ ലൈവ് ഇടുമ്പോഴും അവരുടെ പണികൾ അത്രയും വേഗത്തിൽ ചെയ്ത് തീർത്തിട്ട് ആ സമയത്താണ് അവർ വന്നിരുന്ന് ലൈവ് ഇടുന്നത്. അല്ലാതെ നേരം വെളുക്കുമ്പോൾ തൊട്ട് ഒരു ജോലിയും ചെയ്യാതെ എനിക്ക് വല്ലതും തരണേ എന്ന് പറഞ്ഞുകൊണ്ട് തെണ്ടി ലൈവ് ഇടുന്ന ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവരെ. അതുപോലെ തന്നെ അവർക്ക് ആരോ ഒരു കട്ടിലെന്തോ സഹായിച്ചതിന് അതിന് വലിയ സംഭവമായിട്ട് പറയുന്നുണ്ട്. അവർക്ക് എന്താ ആരും ഒന്ന് സഹായിക്കാൻ പാടില്ലേ? അവർ തിണ്ടുന്നില്ലല്ലോ. അവരോടുള്ള ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ അവരോടുള്ള ഒരു സ്നേഹം കൊണ്ട് ഒരാളൊരു ഗിഫ്റ്റ് കൊടുത്താൽ അത് വലിയ സംഭവമാണോ? നിങ്ങൾക്ക് എപ്പോഴും ആ കട്ടിലിൻ്റെ കാര്യം തന്നെയാണല്ലോ പറയുന്നത്. ഇതുപോലെ ഇരന്ന് മേടിക്കുന്ന ഒരു പണിയും ചെയ്യാത്ത ഒരു സ്ത്രീ ഇരന്ന് മേടിക്കുന്നതിന് കുഴപ്പമില്ല. നല്ല അന്തസ്സായിട്ട് എല്ലും മുറിയെ പണിയുന്ന ഒരു സ്ത്രീക്ക് ആരെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്താൽ അത് വളരെ വലിയ കാര്യമാണോ? ഞാൻ ഇപ്പോഴും പറയുന്നു, അവർ തെറി വിളിക്കുന്നു എന്നുള്ള കാര്യത്തെ ഞാൻ ഒട്ടും ന്യായീകരിക്കുന്നില്ല. പബ്ലിക്കാണ്, സോഷ്യൽ മീഡിയയാണ്. പക്ഷെ ഇതുപോലെ അവരെ തെറി വിളിക്കുന്ന അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ തെറി വിളിക്കുന്ന ആളുകൾക്കെതിരെ പ്രതികരിക്കാൻ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കാനുള്ള ആരെങ്കിലും വേണ്ടേ? നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. സോ ഞാനിപ്പോൾ അവർക്ക് അവരെങ്കിലും തിരിച്ചു കൊടുക്കട്ടെ എന്ന് ഒരു വേള ഞാൻ ആഗ്രഹിച്ചു പോവുക. കാര്യം ഞാൻ ഇന്നലെ കണ്ടതാണ്. നിങ്ങൾ കുറേ പേരെങ്കിലും കാണുന്നതാണ് ഇവരുടെ സ്റ്റാൻഡേർഡ് എന്താണ്, കൾച്ചർ എന്താണ് എന്നുള്ളത് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ. ഒരു തെറിയും വിളിക്കാത്ത ആളുകളുടെ വീഡിയോയ്ക്ക് താഴെ. അപ്പോൾ പിന്നെ അത് കൊടുക്കാൻ കഴിവുള്ളവരതങ്ങ് കൊടുക്കട്ടെ. ഇത് ഒരാളുടെ മാത്രം കുത്തകയൊന്നും അല്ലല്ലോ.
മറ്റേ സ്ത്രീ ഇരുന്ന് വിളിക്കുന്ന അതിന് തെറിയെന്നൊന്നും പറയാൻ പറ്റില്ല. അത്ര നാണം കെട്ട വൃത്തികെട്ട വാക്കുകളാണ് മറ്റേ സ്ത്രീ ഇരുന്ന് പറയുന്നത്. അത് എടുത്തു വെച്ചിട്ട് അതിന് മറുപടിയാണ് ഈ സനു എന്ന് പറയുന്ന സ്ത്രീ ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളൂ. അതിന് മറുപടി കൊടുത്തിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. മറ്റേ സ്ത്രീ ഇടുന്ന വീഡിയോ മുക്കും, സനു ഇടുന്ന അവിടെ കിടക്കും. അപ്പോൾ കാണുന്നവരെല്ലാം ഈ സനു വിളിക്കുന്നത് മാത്രമേ കേൾക്കുള്ളൂ. കുറച്ച് വീഡിയോയിലെങ്കിലും അവർ ചെയ്ത വീഡിയോ എടുത്തു വെച്ചിട്ട് സനു അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അറിയാവുന്നവർക്ക്, കാണുന്നവർക്ക് മനസ്സിലാകും. ഇനി തെറി വിളിക്കുന്നവളെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള ഒരു പേര് എനിക്കുണ്ടല്ലോ. റാണിയുടെ കാര്യത്തിൽ ഒരു അലങ്കാരം എനിക്കുണ്ട്. ഇതും കൂടെ എൻ്റെ തലയിൽ ഇരുന്നോട്ടെ. ഇത് എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യം, എനിക്ക് നല്ലത് എന്ന് തോന്നുന്ന കാര്യം. ഒരു വ്യക്തിയിൽ കുറേ തിന്മകളുണ്ടെങ്കിൽ അവരിലുള്ള നന്മ, അവർ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ എടുത്തു പറയണം. ഇത് അളമുട്ടിയാൽ ചേരയും കടിക്കും എന്നുള്ളൊരു കാര്യമാണ് ഈ സനു ചെയ്യുന്നത് എന്നേ എനിക്ക് തോന്നുന്നുള്ളൂ. അവരെങ്കിലും വേണ്ട ഇങ്ങനെ വിളിച്ചു പറയാനായിട്ട്. അവരും കൂടെ ഇല്ലെങ്കിൽ ഈ തെറി വിളിക്കുന്നവളുമാരെല്ലാം വന്നിട്ട് ഈ പ്രതികരിക്കുന്നവരെ കുറേ തെറി വിളിച്ച് അവരെ സൈലൻ്റ് ആക്കിയിട്ട് പിന്നെയും അവരുടെ തലയിൽ ചവിട്ടിക്കയറി ഇതേപോലുള്ള ഊടായ്പകൾ കാണിച്ചുകൊണ്ടിരിക്കും. ഇന്ന് കിട്ടിയ ഈ ഒരു ന്യൂസ്, ഈ ബിയറിൻ്റെ കഥ, ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ വീണ്ടും ചിന്തിക്കുകയാണ്, ഇതൊക്കെ അറിയുന്ന അന്തങ്ങളാണല്ലോ വീണ്ടും അവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. എന്തായാലും നടക്കട്ടെ. എന്നെ പേടിപ്പിച്ചു, എന്നെ വന്ന് തെറി വിളിച്ചു, എന്നെ എട്ടി പൊട്ടി അത് ഇതെന്ന് പറഞ്ഞിട്ട് വിളിച്ചു എന്ന് കരുതിയിട്ട് ഞാൻ മിണ്ടാതിരിക്കില്ല എന്ന് പറയാൻ വേണ്ടി തന്നെ ഇന്നും വന്നത്. പിന്നെ ഈ ബിയറിൻ്റെ കഥ അതറിയാത്തവരും കൂടെ അറിഞ്ഞോട്ടെ. എന്നിട്ട് അകമഴിഞ്ഞ് പിന്നെയും സഹായിക്കാനാണ് മനസ്സ് എന്നുണ്ടെങ്കിൽ സഹായിച്ചോട്ടെ. പിന്നെ പുണ്യത്തിന് വേണ്ടിയിട്ടാണ്, ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ നന്മ വരാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ ദയവായിട്ട് അർഹതയുള്ള ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിലും ഈ മദ്യസൽക്കാരം നടത്തി അറുമാദിച്ച് ജീവിക്കുന്ന ഈ സ്ത്രീക്ക് കൊടുക്കാതെ അർഹതയുള്ളവർക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വകയെങ്കിലും കൊടുക്കാൻ നോക്ക്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്